നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് കാമിങ്സിൻ്റെ, എഡ്വാർഡ് എസ്ലിൻ കാമിങ്സിൻ്റെ ബഫലോ ബിൽസ് എന്ന ഒരു ചെറിയ കവിതയെക്കുറിച്ചാണ്. കാമിങ്സ് ഒരു അമേരിക്കൻ പോയറ്റാണ്, നോവലിസ്റ്റാണ്. അദ്ദേഹം ഹൈലി ഒറിജിനൽ ലാംഗ്വേജിൽ എഴുതുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക സ്റ്റൈലിൽ എഴുതുന്ന ഒരാളാണ്. ഒന്നുകിൽ സാധാരണയായിട്ട് ഫുള്ളായിട്ട് സ്മോൾ ലെറ്റർ ഉപയോഗിക്കുക. അദ്ദേഹം ഐ എന്ന് എഴുതുന്നത് തന്നെ സ്മോൾ ലെറ്റർ ഐ ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സിഗ്നേച്ചറിൽ വല്ല എന്നത് രണ്ടും സ്മോൾ ലെറ്ററിൽ എഴുതിയിട്ടാണ് സൈൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ പോം ബഫലോ ബിൽസ് എന്നുള്ള ഈ പോം തന്നെ അദ്ദേഹം ഒരു ഗണ്ണിൻ്റെ രൂപത്തിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ബഫലോ ബിൽ എന്നത് ഒരാളുടെ നിക്ക് നെയിമായിരുന്നു. ഒരു അമേരിക്കക്കാരനായ ഒരു വില്യം ഫ്രെഡറിക് കോഡി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ബഫലോ ഹണ്ടറായിരുന്ന, US ആർമി സ്കൗട്ടായിരുന്ന, ഇന്ത്യൻ ഫൈറ്ററായിരുന്ന, സോൾജിയറായിരുന്ന, ആക്ടർ, ഡാൻസർ, സിംഗർ എന്നീ നിലയിലെല്ലാം പേര് കേട്ട ഒരു ആളുടെ നിക്ക് നെയിമാണ് ബഫലോ ബിൽ. ഇദ്ദേഹമാണ് പ്രശസ്തമായ ബഫലോ ബിൽ ദ വൈൽഡ് ഫെസ്റ്റ് ഷോ എന്ന ഒരു ഷോ കമ്പനി അദ്ദേഹം രൂപീകരിച്ചു. ആ കമ്പനി യൂറോപ്പിലുടനീളം സഞ്ചരിച്ച് കൗബോയ് തീംസും അതുപോലെ തന്നെ ഇന്ത്യൻ ഫൈറ്റിംഗ് സീനൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ആദ്യത്തെ ലോകപ്രശസ്തനായ ഗ്ലോബൽ സെലിബ്രിറ്റി എന്ന് പേരെടുത്ത ഒരാളാണ് ഈ വില്യം ഫ്രെഡറിക് കോഡി എന്ന് പറയുന്ന ബഫലോ ബിൽ. ഇദ്ദേഹത്തിന് ഈ ബഫലോ ബിൽ എന്ന ടൈറ്റിൽ, ഈ നിക്ക് നെയിം കിട്ടാനായിട്ട് അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. കാരണം ഒരു ബഫലോ ഹണ്ടർ ആണ് ഇദ്ദേഹം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഒരു ബഫലോ ഹണ്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും അഭിമാനമുള്ള ഒരു ടൈറ്റിലാണ് ഈ ബഫലോ ബിൽ എന്ന ഈ ടൈറ്റിൽ. അത് അന്ന് കാലത്തൊക്കെ അഭിമാനത്തോടെ അത് സ്വീകരിക്കാനായിട്ട് മത്സരം ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് പേരാണ് ഈ ടൈറ്റിൽ കിട്ടാനായിട്ട് യോഗ്യരായ രണ്ട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആർക്ക് കൊടുക്കും എന്ന ഒരു സംശയം വന്നപ്പോൾ ഒരു മത്സരം കൂടി വെച്ചു. കാരണം 8 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബഫലോകളെ ഹണ്ട് ചെയ്ത് വെടിവെച്ചിടുന്ന ആൾക്ക് ഈ ടൈറ്റിൽ കിട്ടും, ഈ ബഫലോ ബിൽ എന്നുള്ള ടൈറ്റിൽ കിട്ടും. അന്ന് വില്യം ഫ്രെഡറിക് കോഡി അദ്ദേഹത്തിനോടൊപ്പം മത്സരിക്കാനുണ്ടായിരുന്നത് കൊംസ്റ്റോക്ക് എന്ന് പറയുന്ന വേറെ ആളായിരുന്നു. അങ്ങനെ മത്സരം തുടങ്ങി. കോഡി ഏതാണ്ട് ഒരു 68 ബഫലോ വെടിവെച്ചിട്ടു. കൊംസ്റ്റോക്ക് 48 എണ്ണത്തിന് വെടിവെച്ചിടാനേ കഴിഞ്ഞുള്ളൂ. അങ്ങനെ 20 എണ്ണം കൂടുതൽ വെടിവെച്ചിട്ടതിൻ്റെ പേരിൽ ഈ ബഫലോ ബിൽ എന്ന ഈ നിക്ക് നെയിം കോഡി കരസ്ഥമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ബഫലോ ബിൽ എന്നുള്ള ഈ ടൈറ്റിൽ ലഭ്യമായത്. ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം. ഈ കവിത, ഈ പോം, അതിൻ്റെ ഉള്ളടക്കം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ ഈ ബഫലോ ഹണ്ടിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ വില്യം ഫ്രെഡറിക് കോഡിക്ക് എങ്ങനെയാണ് നിക്ക് നെയിം ബഫലോ ബിൽ എന്നുള്ള നിക്ക് നെയിം കിട്ടിയത് അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ഹണ്ടിങ് സ്ട്രാറ്റജിയെക്കുറിച്ചോ ഒന്നുമല്ല ഈ കവിത ചർച്ച ചെയ്യുന്നത്. ഈ കവിത നിങ്ങൾക്ക് വരച്ച് കാട്ടിത്തരുന്നത് അദ്ദേഹത്തിൻ്റെ മരണമാണ്. അദ്ദേഹത്തിൻ്റെ മരണം ഇതൊരു ട്രാജി കോമിക് ജാനറാണ്. അതായത് ട്രാജഡിയും കോമഡിയും കൂടി കലർന്ന ഒരു കവിതയാണത്. ഈ കവിതയിൽ വളരെ വലിയൊരു സത്യമാണ് നമുക്ക് കവി തരുന്നത്. കാരണം ഇത്രയും വലിയ പ്രശസ്തനായ, സുന്ദരനായ, ഇത്ര വലിയ പെർഫോമറായ, ലോകം മുഴുവൻ ആരാധിക്കുന്ന, ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ സെലിബ്രിറ്റിയായി മാറിയ ഈ വില്യം ഫ്രെഡറിക് കോഡി എന്ന, അതായത് ബഫലോ ബിൽ എന്ന നിക്ക് നെയിം കിട്ടിയ ഇദ്ദേഹത്തിനെ പോലും ആര് കൊണ്ടുപോയി? മരണം കൊണ്ടുപോയി. അപ്പം അതാണ്, മരണത്തിന് ആരെന്നോ എന്തെന്നോ ഒന്നുമില്ല, എല്ലാവരെയും കൊണ്ടുപോകും. അപ്പോൾ ഞാൻ വലിയ പ്രശസ്തനാണെന്നോ അല്ലെങ്കിൽ ഞാൻ ലോകം മുഴുവൻ കീഴടക്കിയ ആളാണെന്ന് പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല. മരണം വന്നാൽ മരണം അടുത്തെത്തിയാൽ എല്ലാവരും പോയേ പറ്റൂ എന്നൊരു വലിയൊരു സത്യമാണ് ഈ കവിയുടെ വരച്ച് കാണിക്കുന്നത്. നമുക്കിനി ഈ കവിതയുടെ ഈ പോത്തിൻ്റെ വരികളിലൂടെ ഒന്ന് നോക്കാം. ഇങ്ങനെയാണ് വരികൾ തുടങ്ങുന്നത്. ബഫലോ ബിൽ ഈസ് ഡിഫങ്ക്ട് ഹു യൂസ് ടു റൈഡ് എ വാട്ടർ സ്മൂത്ത് സിൽവർ സ്റ്റാലിയൻ and break 1 2 3 4 5 just like that. അടുത്ത വരി നോക്കാം. ബഫലോ ബിൽ ഇസ് ഡിഫങ്ക്ട്. ബഫലോ ബിൽ ഡിഫങ്ക്റ്റായി എന്ന് പറയുന്നു. അതായത് ഡിഫങ്ക്ട് എന്ന വാക്കിനർത്ഥം ഔട്ട് ഓഫ് കമ്മീഷൻ അല്ലെങ്കിൽ നോ ലോങ്ങർ ഫങ്ഷനിങ്, അതായത് പ്രവർത്തനരഹിതനായി എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഈ കവി അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നില്ല. മരിച്ചു എന്ന് ഉള്ളത് വീടൊക്കെ സാധാരണക്കാരൻ മരിക്കുമ്പോഴാണ് ഉപയോഗിക്കുക.
ഇദ്ദേഹം മരിച്ചു എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത്രയും ലോകപ്രശസ്തനായ ആളാണ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആദ്യത്തെ ലോക സെലിബ്രിറ്റിയാണ്. അദ്ദേഹം മരിച്ചു എന്നൊന്നും പറയണില്ല. ഇതൊരു കളിയാക്കലാണ്, കവിയുടെ അദ്ദേഹത്തിനെ കളിയാക്കലാണ്. അതിലൂടെ കവി അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ ആളായാലും അദ്ദേഹത്തിനെയും മരണം കൊണ്ടുപോകും. ഉണ്ടാ, നിങ്ങൾ ഏത് പേരിൽ അദ്ദേഹത്തിനെ പുകഴ്ത്തിയാലും മരണം കൊണ്ടുപോകും. അതാണ് കവിയുടെ ഉദ്ദേശിച്ചത്. ഹു യൂസ് ടു റൈഡ് എ വാട്ടർ സ്മൂത്ത് സിൽവർ സ്റ്റാലി. അദ്ദേഹം സാധാരണയായിട്ട് സഞ്ചരിക്കുന്ന ഒരു വെളുത്ത കുതിരപ്പുറത്താണ്. നല്ല മെയ് വഴക്കമുള്ള കുതിര, വെള്ളം പോലെ സ്മൂത്തായ കുതിര എന്ന് പറയുന്നത്. അതിലാണ് സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് ആൻഡ് ബ്രേക്ക് 1 2 3 4 5 ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ആ കുതിരപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടാണ് 1 2 3 4 5 എന്നുള്ള വെടിവെക്കുന്നതിനെ പറ്റി ടൊട്ടോ എന്ന് പറഞ്ഞ് വെടിവെക്കുന്നത്. അതാണ് ഒരുമിച്ച് അത് എഴുതിയിട്ടുണ്ട്. 1 2 3 4 5. അത്ര സ്പീഡിലാണ് അദ്ദേഹം മൃഗങ്ങളൊക്കെ കൊല്ലുന്നത്. പീജിയൻ, ഈ പ്രാവുകളൊക്കെ അദ്ദേഹം വെടിവെച്ചിടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ബഫലോകളൊക്കെ വെടിവെച്ചിടുന്നത്. എത്ര സ്മൂത്ത്, എത്ര മെയ് വഴക്കത്തോടെയാണ് അദ്ദേഹം അത് ചെയ്യുക. വളരെ സ്പീഡിലാണ്. ഇങ്ങനെയുള്ള ആളാണ് ജീസസ്. ഹി വാസ് എ ഹാൻഡ്സം മാൻ. ആൻഡ് വാട്ട് ഐ വാണ്ട് ടു നോ ഈസ് ഹൗ ഡു യു ലൈക്ക് യുവർ ബ്ലൂ ഐഡ് ബോയ് മിസ്റ്റർ ഡെത്ത്. അദ്ദേഹം പിന്നെ പറയുന്നു, ഓ ഗോഡ്, അദ്ദേഹം വളരെ സുന്ദരനായിരുന്നു. ഇപ്പം എനിക്കറിയേണ്ടത്, നിങ്ങൾ കൊണ്ടുപോയില്ലേ അദ്ദേഹത്തിനെ, ആ നീലക്കണ്ണുള്ള ആളെ നിങ്ങൾ കൊണ്ടുപോയില്ലേ, മിസ്റ്റർ ഡെത്ത് നിങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ടുപോയില്ലേ? അദ്ദേഹം ഇപ്പം എങ്ങനെയുണ്ട്? അദ്ദേഹം എന്ത് ചെയ്യാണ് അവിടെ എന്ന് ചോദിക്കുന്ന പോലെയാണ്. മിസ്റ്റർ ഡെത്തിനോട് മിസ്റ്റർ ഡെത്ത് എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുകയാണ് ചെയ്യുന്നത്. മിസ്റ്റർ ഡെത്ത്, നിങ്ങൾ കൊണ്ടുപോയ ആളിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന പോലെ. ഇതാണ് ഈ കവിത. ഇതിൻ്റെ വരികൾ ഇതാണ്. ഈ ബഫല്ലോ ബിൽസ് എന്നുള്ള ഈ കവിതയുടെ പോകത്തിലടങ്ങിയ ഏറ്റവും വലിയ തീം എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് വ്യക്തമായിട്ട് പറയാം. ദി ഇന്നെവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ അനിവാര്യതയാണ്. ഇവിടെ കവി ബഫല്ലോ ബിൽസിനെ പറ്റി പറയുന്നത്, അദ്ദേഹം ഒരു ലെജൻഡായിരുന്നു, അദ്ദേഹം ഒരു നല്ല ത്രില്ലിംഗ് പെർഫോമറായിരുന്നു, ബ്ലൂ ഐഡ് ഹാൻഡ്സം ബോയ് ആയിരുന്നു, ആൻഡ് പേഴ്സൺ ദ ഹോൾ വേൾഡ് ലവ്ഡ്. ഈ ലോകം മുഴുവൻ അറിയപ്പെട്ട ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ എന്താ ചെയ്യുന്നത്? മറ്റുള്ള സാധാരണക്കാരനെ പോലെ അദ്ദേഹം മരിച്ചുപോയി. അത് കവിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം അവിടെ ഉപയോഗിച്ച വേർഡ് ഡിഫങ്ക്റ്റ് എന്നാണ്, മരിച്ചു എന്ന് പറയുന്നില്ല. കാരണം അങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞ് ഇദ്ദേഹം മരിച്ചു എന്ന് പറയുന്നവരെ അൺഫെയർ ആണ് എന്ന് പറയുന്ന ആളാണ്. ഈവൻ ഓൾമോസ്റ്റ് ഇൻസൾട്ടിങ് ആണ് അദ്ദേഹത്തിനെ. ബഫലോ ബിൽസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇൻസൾട്ടിങ് ആണെന്ന് കവി പറയുന്നു. കവി കളിയാക്കാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ഡെത്ത് ഈസ് എ ഫാക്ട്. വി ഹാവ് നോ ചോയ്സ് ബട്ട് ടു ഫേസ് ഇറ്റ്. നമുക്ക് മുമ്പിൽ എന്തില്ല, ഒരു ചോയ്സ് ഒന്നുമില്ല. നമ്മളത് മരണത്തെ ഫേസ് ചെയ്തേ പറ്റൂ എന്ന വളരെ വലിയ സത്യമാണ് അദ്ദേഹം ഇതിലൂടെ വരച്ച് കാണിക്കുന്നത്. പിന്നെ ബഫലോ ബിൽസിൻ്റെ ഗ്ലാമറസ് ലൈഫിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം ഒരു നല്ല വെള്ള കുതിരയുടെ പുറത്ത് കയറി സഞ്ചരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം വളരെ അനായാസേന മൃഗങ്ങളെ കൊല്ലുന്നതും അദ്ദേഹം ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും അത്തരത്തിലുള്ള ആളുകളെ പോലും മരണം കൊണ്ടുപോകും. മരണത്തിന് മുമ്പിൽ ധീരനെന്നോ അല്ലെ യോദ്ധാവെന്നോ ലോകം കീഴടക്കിയ ആളെന്നോ അങ്ങനെ ഒന്നുമില്ല എന്ന് കവിയുടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരണത്തെ ഇവിടെ അഭിസംബോധന മിസ്റ്റർ ഡെത്ത് എന്ന് വിളിച്ചിട്ടാണ് ഇവിടെ കവി അഭിസംബോധന ചെയ്യുന്നത്. മിസ്റ്റർ ഡെത്ത് എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ആളെ അഭിസംബോധന ചെയ്യുന്ന പോലെ. അതിലൂടെ കവി അർത്ഥമാക്കുന്നത് ആ മരണം തൊട്ടടുത്ത് തന്നെയുണ്ട്. മിസ്റ്റർ ഡെത്ത്, അദ്ദേഹം വരും, അദ്ദേഹം വന്ന് ആരെയും കൊണ്ടുപോകുമെന്ന ഒരു വലിയ സത്യം ഇതിലൂടെ കവി നമുക്ക് തുറന്നു കാട്ടിത്തരാണ്. ഇത്രയാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.